വെൽക്കം ടു എജുപോഡ്. അപ്പോൾ റിൻഷിത മിസ്സാണ്. മിസ്സ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ എക്സാം ഒക്കെ വരാൻ പോവാണല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്ന മക്കൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലായിരിക്കും കേട്ടോ വരിക. കുറച്ച് ഡിഫിക്കൽട്ടി പാറ്റേൺ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഓക്കെ, അപ്പോൾ അതേ സെയിം പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ മിസ്സ് നിങ്ങൾക്ക് ഇന്നിവിടെ ചെയ്യാൻ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കോ, എന്താണ് ആ ക്വസ്റ്റ്യൻ എന്ന് നോക്കിക്കോ. എന്താണ് അല്ലേ, ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആദിമ മനുഷ്യരുടെ പരിണാമകാലത്ത് മനുഷ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊരു എ ക്വസ്റ്റ്യനും അതിലൊരു ബി ക്വസ്റ്റ്യനും തന്നിട്ടുണ്ടല്ലേ. അപ്പൊ എ എന്ന് പറയുന്നത് ദ സ്റ്റേജ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ആൻഡ് ദെയർ ഫീച്ചേഴ്സ് ആർ ഗിവൻ ഇൻ ജംബിൾ ഓർഡർ, മാച്ച് ദം കറക്റ്റ്ലി. എന്താ പറയുന്നത്, മനുഷ്യ പരിണാമത്തിന്റെ ഘട്ടങ്ങളും അവയുടെ സവിശേഷതകളും ക്രമരഹിതമായിട്ട് നൽകിയിട്ടുണ്ട്. അവ നമ്മുടെ ശരിയായിട്ടുള്ള രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ ഓപ്ഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ച്. എന്താണ് ഓപ്ഷൻസ്? എന്താ, നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് അല്ല, നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. എന്താണ് അല്ലെ, എ ബി സി ഡി അല്ലെ. 1ന്റെ ഉത്തരം ബി, 2ന്റെ ഉത്തരം എ, 3ന്റെ ഉത്തരം സി, 4ന്റെ ഉത്തരം ഡി, അങ്ങനെയാ തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നോക്കിക്കോ അല്ലെ, സ്റ്റേജ് ഓഫ് എവല്യൂഷനും അതിന്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹോമിനോയിഡ് ആണ്. ഹോമിനോയിഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, വാൾക്കഡ് ഓൺ 2 ലെഗ്. എന്താണ്, 2 കാലിലാണ് ഹോമിനോയിഡുകൾ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് അല്ലെ. അതേപോലെ ഹോമിനിഡ് എന്ന് പറയുന്നത് വാൾക്കഡ് ഓൺ 4 ലെഗ് അല്ലെ, 4 ലെഗിലാണ് നടക്കുന്നത്. അതുപോലെ ഹോമോ ഹാബിലസ് എന്ന് പറയുന്നത് ടൂൾ മേക്കേഴ്സ് ആണ്. അതുപോലെ ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത് എന്താണ്, അപ്രൈറ്റ് സ്റ്റാൻഡിങ് ഹ്യൂമൻസ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, ഇതിൽ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ശരി എന്നുള്ള കാര്യമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, ഇത് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കിക്കോട്ടോ. ഹോമിനോയിഡ്സ് ആണ് തന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഹോമിനോയിഡ്സ് ആണ്. അപ്പൊ ഹോമിനോയിഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, വാൾക്കഡ് ഓൺ എന്താണ് 4 ലെഗ് ആണ് അല്ലെ, 4 ലെഗ് ആണ്. അപ്പൊ 1ന്റെ ആൻസർ ഏതാ വരുന്നത്, 1ന്റെ ആൻസർ ബി ആണ് വരുന്നത്. ഹോമിനോയിഡ് എന്താണ് 4 കാലിലാണ് നടക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ, 1ന്റെ ആൻസർ ബി ആ, നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. 1ന്റെ ആൻസർ ബി ആണ്. നോക്കിക്കേ, ഇവിടെ 1ന്റെ ആൻസർ എ കൊടുത്തിട്ടുള്ളത്, സോ അത് തെറ്റാണ്. ഇവിടെ 1ന്റെ ആൻസർ എന്താ സി ആണ് കൊടുത്തിട്ടുള്ളത്, അതും തെറ്റാണ്. അതുപോലെ 1ന്റെ ആൻസർ ഡി ആ കൊടുത്തിട്ടുള്ളത്. എന്താണ്, അപ്രൈറ്റ് സ്റ്റാൻഡിങ് ഹ്യൂമൻസ് ആണ് വരുന്നത്. അല്ല. അപ്പൊ ഇതൊക്കെ തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് എന്താണ്, നമ്മുടെ ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല വരിക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അതായത് മക്കളെ, നമുക്ക് 4 എണ്ണം കറക്റ്റ് ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആൻസർ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഇതൊരു മോഡലാണ്. ഇങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യന് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ മക്കളെ, നമ്മൾ ഇതേപോലെയുള്ള മോഡലിലുള്ള നമ്മുടെ കറക്റ്റ് പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ A+ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ വീഡിയോന്റെ താഴെ ഒരു A+ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ A+ ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് A+ ഗ്രൂപ്പ്. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്താണ് മിസ് അവിടെ ഷെയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. നമ്മുടെ ഓണം എക്സാം ആണ് വരാൻ പോകുന്നത്. അപ്പൊ പുതിയ പുതിയ പാറ്റേൺ ഒക്കെയാണ് വരുന്നത്, ഇത്തരത്തിലുള്ള പാറ്റേൺ ഒക്കെ വരുന്നത്. അപ്പൊ മക്കൾ പഠിച്ചിട്ട് മാത്രം കാര്യമല്ല, ഈ പഠിച്ച കാര്യം നമുക്ക് അപ്ലൈ ചെയ്യാനും കൂടെ വേണമല്ലോ. അപ്പൊ അതിന് നമുക്ക് എന്താ, നല്ല നല്ല ക്വസ്റ്റ്യൻസ് വേണം. സോ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു A+ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ പറയാനുള്ളത്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ മക്കളെ, ഫസ്റ്റ് ചാപ്റ്ററിൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്താ മക്കളെ, നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആണ് കേട്ടോ. എന്താണ്, തികച്ചും ഫ്രീ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ആപ്പ് ജസ്റ്റ് എന്താണ് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ കയറിയിട്ട് എജുപോർട്ട് എന്ന ആപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആണ്. അതിൽ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസ് എഴുതുന്നുണ്ട്, എല്ലാ ആൻസേഴ്സ് നമ്മൾ എഴുതുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യുക, എജുപോർട്ടിന്റെ ആപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ മക്കളെ, നമുക്ക് ഓണം എക്സാമിന് ഒരു ചാപ്റ്റർ മാത്രമല്ല വരുന്നത്, ഇതേപോലെ നമ്മുടെ 4 ചാപ്റ്റർ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, എല്ലാ കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓണം എക്സാമിന്റെ ഓണം സ്പെഷ്യൽ സൂപ്പർ ബാച്ചിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ എന്താണ്, നിങ്ങൾക്ക് വേണ്ട നോട്ട്സുകളും നിങ്ങൾക്ക് വേണ്ട വീഡിയോസും, ഈ 4 ചാപ്റ്റർ, അതുപോലെ തന്നെ എന്താണ് ഫുൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ എവിടെ കൊടുക്കുന്നുണ്ട്, ഈ ഒരു സൂപ്പർ ബാച്ചിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, സൂപ്പർ ബാച്ചിലും കൂടെ ജോയിൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഓണം എക്സാം സെറ്റ് ആയിട്ട് എഴുതാം. സോ നിങ്ങൾക്ക് എന്താണ്, കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് പേപ്പർ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ A+ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, PDF അവിടെ ഷെയർ ചെയ്ത് തരുന്നതാണ്. ഓണം എക്സാം ഇപ്പൊ തന്നെ
പഠിച്ച് മാത്രമല്ല പഠിച്ച് എഴുതി തുടങ്ങുക കേട്ടോ. ഓക്കെ, അപ്പൊ മക്കളെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.